ഹായ് വെൽക്കം ടു ടെക് കണ്ണൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പലതരം ട്വീറ്റേഴ്സിനെ പറ്റി കണ്ടു, വിവിധ ഇനം ട്വീറ്റേഴ്സിനെ പറ്റി കണ്ടു. പക്ഷേ വൂഫേഴ്സിനെ പറ്റി പറയുമ്പോൾ അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഇല്ല. അധികവും വൂഫേഴ്സ് കോൺ ടൈപ്പാണ് വരുന്നത്. അധികമല്ല, ഓൾമോസ്റ്റ് 100% വൂഫേഴ്സ് കോൺ ടൈപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. പലതരം മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് അലൂമിനിയം കോണുണ്ട്, പേപ്പർ കോണുണ്ട്, പോളി കോണുണ്ട്, അങ്ങനെ പലതരം മെറ്റീരിയൽസിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ടൈപ്പ് മെറ്റീരിയൽസ്, ഒരു വൂഫറിൻ്റെ കോൺ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നും അവ എങ്ങനെയാണ് സൗണ്ടിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഐഡിയലി ഒരു സ്പീക്കറിൻ്റെ കോൺ ഉണ്ടാകേണ്ട പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ, സ്പീക്കറിൻ്റെ കോൺ വളരെ റിജിഡ് ആയിരിക്കണം, പിന്നെ അത് ഫ്ലെക്സ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പിസ്റ്റൺ പോലെയാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, വണ്ടിയുടെയൊക്കെ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു പിസ്റ്റൺ പോലെ എയറിന് മുമ്പോട്ട് തള്ളുന്നൊരു പിസ്റ്റണാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ എയർ ഫോഴ്സിൽ തള്ളണമെങ്കിൽ അത് ഫ്ലെക്സ് ചെയ്യാനും പാടില്ല, ഇത് വളരെ റിജിഡായിരിക്കണം. പിന്നെ ഇത് ക്വിക്ക് മൂവ്മെൻറ്റ്സ് വേണ്ട ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഐഡിയൽ സ്പീക്കർ കോണിന് വേണ്ടത്. ഇനി നമുക്ക് വിവിധ ഇനം കോണുകളെക്കുറിച്ച് കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് പേപ്പർ കോണാണ്. പേപ്പറാണ് ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കോൺ ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ പേപ്പർ കോൺ മെറ്റീരിയൽ വളരെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ സ്പീക്കേഴ്സ്, ഒരു 80% സ്പീക്കേഴ്സും വരുന്നത് പേപ്പർ കോണിലാണ് വരുന്നത്. വിവിധ ഇനം വൂഫർ, വലിയ സബ് വൂഫേഴ്സ് ആയാലും ചെറിയ വൂഫേഴ്സ് ആയാലും എല്ലാം പേപ്പർ കോണാണ്. ഇതിൻ്റെ ഒരു എസ്പെഷ്യലി പണ്ട് കാലത്തുള്ള സ്പീക്കറുകൾ ആൾമോസ്റ്റ് എല്ലാം തന്നെ പേപ്പർ കോണായിരുന്നു. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നാച്ചുറൽ സൗണ്ടാണ് പേപ്പർ കോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ക്ലീൻ സൗണ്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. നമ്മുടെ കൂടുതൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് ഇതിൻ്റെ ഡാമ്പിങ് പ്രോപ്പർട്ടീസ് എല്ലാം മാറും ഇതിൻ്റെ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പേപ്പർ കോണിന്. പിന്നെ വളരെ ഈസി ആയിട്ട് കീറിപ്പോകാവുന്ന ഒരു മെറ്റീരിയലുമാണ് പേപ്പർ കോൺ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇത് ഹൈ ഫ്രീക്വൻസിയിലൊക്കെ, കുറച്ച് ഫ്രീക്വൻസി കൂടുതലൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് ഫ്ലെക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പേപ്പർ കോൺ ഫ്ലെക്സ് ആവും. അപ്പോൾ ആ റിജിഡിറ്റി ബാക്കിയുള്ള മെറ്റീരിയൽസിന് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് പേപ്പർ കോണിന്. അപ്പോൾ ഇത്രയാണ് പേപ്പർ കോണിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇത് വേവ് കോറിൻ്റെ ഒരു പേപ്പർ കോൺ സ്പീക്കറാണ് വരുന്നത്. ഇനി വരുന്നത് പോളിക്കോണാണ്. പോളിക്കോണും പേപ്പർ കോൺ പോലെ തന്നെ കോസ്റ്റ് കുറഞ്ഞൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്പീക്കറുകളിൽ പോളിക്കോൺ വരുന്നുണ്ട്. പോളിക്കോണിൻ്റെ അഡ്വാൻറ്റേജ് പേപ്പറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യില്ല. കുറേ ലൈഫ് കുറച്ചും കൂടി ലോങ് ആയിരിക്കും ഇതിൻ്റെ വരുന്നത്. പോളിപ്രോപ്പലീനാണ് അധികവും ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഡിസ്റ്റോർഷൻ കുറവായിരിക്കും. പേപ്പറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിസ്റ്റോർഷൻ കുറവാണ് പോളിക്കോണിന് വരുന്നത്, നല്ല പോളിക്കോണിന് വരുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. കുറേ നാൾ നമ്മൾ എടുത്തു വെച്ചാലും എന്നൊന്നും പ്രശ്നം ഉണ്ടാവില്ല. വളരെ സ്റ്റേബിളാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, വെൽ ഡാംഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, പെട്ടെന്ന് കീറിപ്പോവില്ല. പക്ഷേ ഇത് ഫ്ലെക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര നോയ്സിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിക്കോണിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ സാധാരണ അത് പേപ്പറിൻ്റെ മുകളിൽ പോളി കോട്ടിംഗ് ഉള്ളതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഇതിലാണ് വരുന്നത്. അങ്ങനെ അത് ഓവർകം ചെയ്യാൻ കമ്പനികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പോളിക്കോണിൻ്റെ വേറെ ചില സ്പീക്കേഴ്സാണ്. ഇനി വരുന്നതാണ് മെറ്റൽ കോൺ സ്പീക്കേഴ്സ്. മെറ്റൽ കോൺ മെയിൻലി വരുന്നത് അലൂമിനിയം അല്ലെങ്കിൽ മെഗ്നീഷ്യം മെറ്റൽസ് കൊണ്ടാണ് വരുന്നത് കോൺ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്റ്റോർഷൻ വളരെ കുറവായിരിക്കും. വളരെ കുറവ് ഡിസ്റ്റോർഷനാണ് മെറ്റൽ കോണിന് വരുന്നത്. ബിക്കോസ് ഇത് വളരെ റിജിഡാണ്. നമ്മുടെ പേപ്പറിനെയും നമ്മുടെ പോളി കോണിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ റിജിഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എയർ പ്രോപ്പറായിട്ട് ഫ്രണ്ടിലേക്ക് തള്ളാനുള്ള ഒരു പവറുണ്ട്. നല്ല ക്വാളിറ്റി സൗണ്ടാണ് അലൂമിനിയം അല്ലെങ്കിൽ മെഗ്നീഷ്യം കോണിന് കിട്ടുക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റിങ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ റിങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക ഫ്രീക്വൻസീസിൽ വരുമ്പോൾ അത് സാധാരണ കിട്ടുന്ന SPL-നേലും വളരെ കൂടുതൽ SPL പ്രൊഡ്യൂസ് ചെയ്യും. അത് മുഴച്ചു നിൽക്കും ആ ഒരു സൗണ്ട്. അങ്ങനെ അത് റിങ് ചെയ്യാനുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് വളരെ മോശം സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ റിങ്ങിങ് ഉള്ള സൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് ഡിസൈൻ ചെയ്യേണ്ട ആ റിങ്ങിങ് വരുന്ന ഭാഗം, അതിൻ്റെ SPL-ല്ല റിങ്ങിങ് വരുന്ന ഭാഗം ക്രോസ് ഓവറിൽ സപ്രസ് ചെയ്യണം. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടി വരിക. അപ്പോൾ
ഇത് RS 180 എന്ന് പറയുന്ന ഡയറ്റോണിൻ്റെ ഒരു ഡ്രൈവറാണ്. അലൂമിനിയം കോണാണ് വരുന്നത്. ഞാനൊരു സ്പീക്കർ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടത്. നമ്മളുടെ ആൽബിൻ ടെക് എന്നൊരു ചാനൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. പുള്ളിയുടെ അടുത്ത് ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ ഞാനത് ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഇടാം ഞാൻ. നല്ലൊരു സ്പീക്കറാണ് RS 180 ഡയറ്റോണിൻ്റെ. പിന്നെ വരുന്നത് ഫൈബർ കോണുകളാണ്. ഫൈബർ വോവൺ, അതായത് നമ്മൾ നെയ്തെടുത്ത ഫൈബേഴ്സിൻ്റെ കോണുകളാണ് പിന്നെ വരുന്നത്. അതിൽ കാർബൺ ഫൈബർ ഉണ്ട്, കെവ്ലാർ ഫൈബർ ഉണ്ട്, നോമെക്സ് ഫൈബർ ഉണ്ട്. ഇതിൽ കെവ്ലാറും നോമെക്സൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫൈബേഴ്സ് ഡ്യൂപോൺ കമ്പനി ഉണ്ടല്ലോ, ഡ്യൂപോൺ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സാണത്. അത് വെച്ചിട്ടുള്ള കോണുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇത് ഹൈലി സ്റ്റിഫാണ്. ഇപ്പോൾ കാർബൺ ഫൈബറൊക്കെ ഹൈലി സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു പിസ്റ്റൺ മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഫൈബർ കോൺസ്. പക്ഷേ ഫൈബർ കോൺ വളരെയധികം വില കൂടിയ മെറ്റീരിയലാണ്, ഫൈബർ മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫൈബർ കോണുകൾ സാധാരണ പേപ്പർ കോണിനേലും പോളിക്കോണിനേലും റേറ്റ് കൂടുതലാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു നോമെക്സ് കോണാണ്. അതുപോലെ തന്നെ ഒരു ഫൈബറിൻ്റെ തന്നെ ഒരു സംഭവമാണ്. ഇതിന് ഏകദേശം ഒരു 6000 രൂപ വരുന്നുണ്ട്. പിയർലെസ് കമ്പനിയുടെയാണ്. ഇലക്ട്രോ കാർഡ്സ് ഇതിൽ നിന്ന് നമുക്കത് വാങ്ങിക്കാൻ പറ്റും. പിന്നെ കെവ്ലാർ കോണിന് ഒരു പ്രശ്നമുള്ളത്, അതും ഈ റിങ്ങിങ് ഇഷ്യൂ അതിന് വരുന്നുണ്ട്. റിങ്ങിങ് ഇഷ്യൂ കെവ്ലാർ കോണിന് വരുന്നുണ്ട്. അപ്പോൾ കെവ്ലാർ കോൺ സ്പീക്കേഴ്സ് അതിൻ്റെ മുകളിൽ പേപ്പർ കോട്ടിങ്ങും അങ്ങനെ പല കോട്ടിങ്ങുകളും കൊടുത്തിട്ടൊക്കെയാണ് ഇറക്കുന്നത്. ഇത് ഹൈവി എന്ന കമ്പനിയുടെ ഒരു കെവ്ലാർ കോൺ സ്പീക്കറാണ്. ഏകദേശം 5000 രൂപയുടെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈബർ കോണുകൾ. പിന്നെ സെറാമിക് കോണുണ്ട്. കൂടുതൽ സ്റ്റിഫ് ആവാൻ വേണ്ടി നമ്മുടെ സെറാമിക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള കോണുകൾ. SB അക്കോസ്റ്റിക്സിൻ്റെ നല്ല ഹൈ എൻഡ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 7000 റുപ്പീസ് ആ റേഞ്ചിലൊക്കെ വരും ഇതിൻ്റെ ഡ്രൈവേഴ്സിന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്ന മെയിനായിട്ട് വൂഫറിൻ്റെ കോൺ മെറ്റീരിയൽസ്. അപ്പോൾ അതിൽ ഏറ്റവും സ്റ്റിഫായിട്ടുള്ളതും ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതുമാണ് നമ്മുടെ ഐഡിയൽ സ്പീക്കേഴ്സ്. അപ്പോൾ അത് റേറ്റ് കൂടി വരും. അതുപോലത്തെ മെറ്റീരിയൽസ് ആകുമ്പോൾ കമ്പോസിറ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫൈബർ മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോൾ റേറ്റ് കൂടി വരും. പിന്നെ കുറച്ച് നാച്ചുറൽ സൗണ്ടിങ് വരുന്നത് നമ്മളുടെ എന്താ പറയുക പേപ്പർ കോണാണ് വരുന്നത്. നമ്മൾ സ്പീക്കർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വൂഫറും ട്വീറ്ററും അത് ഒരേ മെറ്റീരിയലിലുള്ളത് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് വൂഫർ അലൂമിനിയം കോണാണെങ്കിൽ ട്വീറ്ററും അലൂമിനിയം കോണിലെടുക്കുക. വൂഫർ പേപ്പറാണെങ്കിൽ ട്വീറ്റർ ഫാബ്രിക്കോ അങ്ങനെയുള്ള ട്വീറ്റേഴ്സ് എടുക്കുക. പോളി ആയിട്ടുള്ള ട്വീറ്റേഴ്സ് എടുക്കുക. അങ്ങനെ ഒരു സിമിലർ മെറ്റീരിയൽസ്, രണ്ടും സിമിലർ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും സൗണ്ടിന്. അത് നമ്മൾ നന്നായിട്ട് മാച്ചായിട്ട് പോകും അവ തമ്മിൽ. പിന്നെ ഈ റിജിഡ് മെറ്റീരിയൽസ് ആയിട്ടുള്ള മെറ്റൽ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. റിങ്ങിങ് വരുന്ന ഏരിയാസ് നമ്മൾ സപ്രസ് ചെയ്തിട്ട്, കോൺ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ സൗണ്ട് SPL ഇറഗുലർ ആവും, ലീനിയാരിറ്റി പോവും. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ സപ്രസ് ചെയ്തിട്ട് വേണം അത് ചെയ്യുവാൻ. പിന്നെ ഈ മെറ്റൽ കോണും അതുകൊണ്ട് നന്നായിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെവിവേദന ഉണ്ടാക്കുന്നൊരു സംഭവമാണ് മെറ്റൽ കോണുകൾ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൂഫേഴ്സ്. അപ്പോൾ നിങ്ങൾ ട്വീറ്റേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ടെക് കണ്ണൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.